നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥരല്ല, കാര്യസ്ഥർ മാത്രമാണെന്ന ചിന്ത നമ്മിലുണ്ടാകുമ്പോൾ നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ വക ആകുന്നു എന്ന് നാം അംഗീകരിക്കുമ്പോൾ ഇതാ സമ്പത്ത് നമുക്ക് വലിയ അനുഗ്രഹമായി മാറുകയാണ്. ഒരിക്കലും സമ്പത്ത് നമ്മുടെ യജമാനനാകുവാൻ നാം അനുവദിക്കരുത്. സമ്പത്ത് നമ്മുടെ ശുശ്രൂഷകൻ മാത്രമാകണം. ദൈവത്തോടുകൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ കാരാഗ്രഹത്തിൽ നിന്ന് എഴുതിയ കത്താണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തോടു കൂടെയുള്ള ജീവിതം പ്രശ്നരഹിതമെന്നല്ല, ഏത് പ്രശ്നങ്ങളിൽ കൂടെയും കടന്നു പോകുവാൻ പ്രാപ്തരാക്കുന്നതാണ് എന്നാണ് വിശുദ്ധ പൗലോസ് നമ്മോട് സാക്ഷിക്കുന്നത്. ശാന്തമായ കടലിൽ കൂടി പടകിലേറി മാത്രമല്ല, ഇളകിമറയുന്ന കടൽത്തിരകൾക്ക് മുകളിൽ കൂടിയും തനിക്ക് സഞ്ചരിക്കുവാൻ കഴിയുമെന്ന് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. കാറ്റും കടലും പോലും അനുസരിക്കുന്നവനാണ് നമ്മോട് കൂടെയുള്ളവനെന്ന ഒരു പുതിയ പാഠം അവർ പഠിച്ചു. അതിനാൽ ദൈവത്തിൻ്റെ വഴി തികവുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടി മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നമ്മൾക്ക് ചിന്തിക്കാം. മനുഷ്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഫിലിപ്പി ലേഖനത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വം 1-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാവം 2-ാമത്തെ അധ്യായത്തിൽ നാം കണ്ടു. ക്രിസ്തുയേശുവിലുള്ള ഭാവമാണത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയാണ് ഈ 4-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്മാനം നാം കാണുകയുണ്ടായി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി, അതിൻ്റെ രഹസ്യം പ്രാർത്ഥനയാകുന്നു എന്ന് നാം കണ്ടു. അതിൻ്റെ ഉറവിടം സന്തോഷമാകുന്നു എന്നും നാം കണ്ടു. പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഈ ഫിലിപ്പിയിലെ വിശ്വാസികളോട് വളരെ അടുത്ത് ഇടപെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. താൻ ഏറ്റവും അധികം സ്നേഹിച്ച സഭകളിൽ ഒന്നായിരുന്നു ഫിലിപ്പിയിലെ സഭ എന്ന് നാം കാണുകയുണ്ടായി. ഈ 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കണ്ടത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്നാണ്. ദൈവഹിതത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് എല്ലാ സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ സാധിക്കും. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്, നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത്, എത്ര ലഭിച്ചാലും ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവഹിതത്തിന് വെളിയിൽ ആയിരിക്കുന്നു എന്നതാണ്. മനുഷ്യർ തങ്ങൾക്കുള്ളത് കൊണ്ടൊന്നും തൃപ്തരല്ല. ഇതാണ് എല്ലാവരുടെയും വലിയ പ്രശ്നം. ഒന്നുകിൽ കൂടുതൽ ഉണ്ടാക്കുവാനുള്ള ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ പുതിയത് നേടുവാനായിട്ടുള്ള പരക്കം പാച്ചിലാണ്. ഒരുമിച്ചായിരിക്കുവാൻ ഒടേതമ്പുരാൻ ഒന്നിപ്പിച്ച ഭാര്യയും ഭർത്താവും ദശാബ്ദങ്ങളായി രണ്ടിടത്ത് ജീവിച്ച് പണമുണ്ടാക്കുവാൻ പാടുപെടുന്നു. എത്ര ഉണ്ടാക്കിയിട്ടും ആവശ്യങ്ങൾ കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല. എന്ന് ഇതിനൊരു പരിഹാരമുണ്ടായിട്ട് ഒന്നിച്ച് ജീവിക്കും എന്ന് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നുമില്ല. ഉള്ളതുകൊണ്ട് സംതൃപ്തമായിരിക്കുവാൻ കഴിയുന്നില്ല എന്നതല്ലേ ഈ പ്രിയപ്പെട്ടവരുടെ പ്രശ്നം? നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഇതാ ഒരു മനുഷ്യൻ. അദ്ദേഹം പറയുന്നു, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ സകലത്തിനും മതിയാകുന്നു. എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. ഇത് പറയുമ്പോൾ വിശുദ്ധ പൗലോസ് റോമിലെ ജയിലിൽ കിടക്കുകയാകുന്നു എന്ന് മറക്കരുത്. ജയിലിലെ ഏകാന്തത, ജയിലിലെ അനിശ്ചിതത്വം, പ്രായമായതിൻ്റെ രോഗം, മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെ പ്രതിസന്ധികളുടെ ഒരു നീണ്ട നിര തന്നെ അനുഭവിക്കുമ്പോൾ പോലും അവൻ പറയുന്നു,
എനിക്ക് വേണ്ടുന്നതെല്ലാമുണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. പൗലോസ് സാഹചര്യങ്ങളുടെ ഒരു ഇരയായിരുന്നില്ല, പിന്നെയോ സാഹചര്യങ്ങളുടെ മുകളിൽ നിന്നിരുന്ന വിജയാളിയായിരുന്നു. അവനിലുണ്ടായിരുന്ന ആത്മീയ സ്രോതസ്സായിരുന്നു അവനെ ഈ പറഞ്ഞതുപോലെ വിജയത്തിൽ നിർത്തിയത്. സംതൃപ്തി എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടുന്നതല്ല, പിന്നെയോ ഏതൊരു സാഹചര്യത്തിലും ഉറച്ചു നിൽക്കുവാനുള്ള ദൈവാശ്രയമാകുന്നു. നാം പഠിക്കുന്ന ഈ ഭാഗത്ത് പൗലോസിൻ്റെ 3 ആത്മീയ സ്രോതസ്സുകളാണ് അവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതൊരവസ്ഥയിലും സംതൃപ്തിയോടെ ജീവിക്കുവാൻ അവനെ സഹായിച്ച 3 ആത്മീയ സ്രോതസ്സുകൾ. 1, ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചുള്ള ഉറപ്പ്. തന്നെ സ്നേഹിച്ചിരുന്ന ഫിലിപ്പിയിലെ വിശ്വാസികൾ തന്നെ സഹായിക്കുവാനായി ഒരു സംഭാവന എടുത്ത് അവൻ വരുമ്പോൾ അത് അവനെ ഏൽപ്പിക്കുവാൻ അങ്ങനെ കാത്തിരുന്നു. ഈ ദാനം അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന ആ പ്രസന്നത, പുഞ്ചിരി അവർ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. അവർ ഈ ദാനമൊക്കെ ശേഖരിച്ചു. എന്നാൽ 2 വർഷമായിട്ടും പൗലോസ് എവിടെയാകുന്നു എന്നവർക്കറിയില്ലായിരുന്നു. അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവൻ ജയിലിലാകുന്നു, അതും റോമിലെ ജയിലിലാകുന്നു എന്നവർ മനസ്സിലാക്കി. അവർ 2 വർഷങ്ങൾക്ക് ശേഷം ആ സംഭാവന, ആ ദാനം അവരുടെ ശുശ്രൂഷകനായിരുന്ന എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യിൽ റോമിലേക്ക് കൊടുത്തയച്ചു. പൗലോസ് പറയുകയാണ്, ഈ സംഭാവന എന്നെ ഏൽപ്പിക്കുവാൻ 2 വർഷം മുൻപ് നിങ്ങൾക്ക് മനസ്സുണ്ടായിരുന്നു, എന്നാൽ അത് ഇപ്പോഴാണ് എനിക്ക് ആവശ്യമെന്ന് 2 വർഷം മുമ്പേ ദൈവത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് നേരത്തെ അതെനിക്ക് എത്തിക്കുവാൻ നിങ്ങളെ അനുവദിക്കാതിരുന്നത് ദൈവത്തിൻ്റെ കരുതലാകുന്നു, എന്നെക്കുറിച്ചുള്ള കരുതലാകുന്നു. എനിക്ക് ആവശ്യമുള്ളപ്പോൾ എനിക്ക് എത്തിച്ചു തരുവാൻ കഴിയുന്ന ഒരു ദൈവം, അവൻ്റെ മുൻപിൽ ഒന്നും യാദൃച്ഛികമല്ല. നാം താമസിച്ചു പോയി എന്ന് ചിന്തിക്കുന്നത് പോലും ദൈവം തക്ക സമയത്ത് ഉപയോഗിക്കുന്ന വിധമാകും. വണ്ടി ഓടിച്ച് റോഡിലൂടെ പോകുമ്പോൾ ആർക്കും ഈ ചുവന്ന ലൈറ്റ് ഇഷ്ടമല്ല. എന്നാൽ ചുവന്ന ലൈറ്റ് കത്താത്ത ഒരു സാഹചര്യത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ സ്റ്റോപ്പ് സൈനും ഈ സ്പീഡ് ബ്രേക്കേഴ്സും ഇല്ല എങ്കിൽ അപകടം നിശ്ചയമാണ്. ദൈവമാണ് ഈ സ്റ്റോപ്പ് സൈൻസ് ജീവിതത്തിൽ വെക്കുന്നത്. അവനറിയാം ഏത് സ്പീഡിൽ പോകണം, എവിടെ നിർത്തണമെന്ന്. അത് ദൈവത്തിൻ്റെ കരുതലാണ്. പൗലോസ് പറയുകയാണ്, ഈ കരുതലാണ് എന്നെ സംതൃപ്തിയിൽ നിർത്തുന്നത്. ഒന്നും യാദൃച്ഛികമല്ല, ഒക്കെ തക്ക സമയത്ത് ദൈവം എനിക്ക് നൽകിത്തരും. രണ്ടാമത്തെ അവൻ്റെ ആത്മീയ സ്രോതസ്സായി അവൻ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള വ്യക്തതയാണ്. പൗലോസ് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഏതൊരു സാഹചര്യത്തിലും ജീവിക്കുവാൻ എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ചില സാഹചര്യങ്ങൾ എനിക്കൊരു വിധത്തിലും അനുകൂലമായിരിക്കില്ല, എന്നാൽ എന്നെ ശക്തനാക്കുന്ന ദൈവത്താൽ ആ സാഹചര്യങ്ങളെ നേരിട്ട് വിജയകരമായി മുന്നോട്ട് പോകുവാൻ എനിക്ക് സാധിക്കുമെന്ന ഉറപ്പ്. ഈ ഉറപ്പുള്ളപ്പോൾ ഞാൻ എന്തിന് സംതൃപ്തിയില്ലാതെ ജീവിക്കണം, ഞാൻ എന്തിന് പിറുപിറുക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. എനിക്കറിയാം അവൻ എന്നെ ശക്തനാക്കുന്നു എന്ന്. മൂന്നാമത്തെ ആത്മീയ സ്രോതസ്സായി പൗലോസ് പറയുന്നത് ദൈവ വാഗ്ദത്തങ്ങൾ തനിക്കുണ്ട് എന്നത്രേ. നാം ഇന്ന് പഠിക്കുന്ന ഭാഗത്ത് അത് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കും. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്തു തരും. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് ഒരു ദാനം തന്നു, ദൈവം നിങ്ങൾക്ക് സകല ബുദ്ധിമുട്ടും തീർത്തു തരുവാൻ പോകുകയാണ്. ദൈവവാഗ്ദത്തങ്ങളെ കൊണ്ട് ദൈവവചനം നിറഞ്ഞിരിക്കുകയാണ്. ഈ വാഗ്ദത്തങ്ങളെ നാം മുറുകെ പിടിക്കുമെങ്കിൽ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും വിജയകരമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് നാം തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പല വാക്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്.
പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾ തന്നോട് കാണിച്ച മഹാമനസ്കതയെ വീണ്ടും ഓർക്കുകയും അവരെ അതിന് അഭിനന്ദിക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. 14 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ദാനത്തിന് താൻ നന്ദിയുള്ളവനാണെന്ന വസ്തുത അവർ അറിയണം എന്ന് പൗലോസ് ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾ എൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചത് നന്നായി. പൗലോസിൻ്റെ വ്യക്തിപരമായ നന്ദി പ്രകടനമാണിത്. 15 വാക്യത്തിൽ അവൻ പറയുന്നു, ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. ഈ സഭ ഒരു മാതൃകാ സഭയായിരുന്നു. അവർ നല്ല കൂട്ടായ്മ അനുഭവിക്കുന്നവരും ദൈവിക കാര്യങ്ങൾക്കുള്ള മനസ്സ് ഉള്ളവരുമായിരുന്നു. ഇതൊരു വലിയ സത്യമാണ്. സ്വയമായി കൂട്ടായ്മ അനുഭവിക്കാത്ത ഒരു സഭയ്ക്കും മറ്റുള്ളവരെ സഹായിപ്പാനോ മറ്റുള്ളവരെ ശരിയായ വഴിയിൽ കൊണ്ടുവരുവാനോ സാധിക്കുകയില്ല. ഇന്ന് സഭകൾ നിർജീവമായിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സഭയിലുള്ള അംഗങ്ങൾക്ക് തമ്മിൽ കൂട്ടായ്മയില്ല. ശരിയാണ്, ഒരേ പന്തിയിലിരുന്ന് തിരുവത്താഴം കൊള്ളും, കുർബാന കൊള്ളും, എന്നാൽ തമ്മിൽ കണ്ടാൽ മിണ്ടില്ല, തമ്മിൽ കൂട്ടായ്മയില്ല. ഇന്ന് അവൻ്റെ വീട്ടിലാണോ പ്രാർത്ഥന? ഞാനെങ്ങും വരുന്നില്ല. എന്നാൽ ഒരു സഭയിലെ അംഗങ്ങളുമാണ്. ഇത് ഒരു സാമൂഹ്യമായ കൂട്ടം എന്നതിനേക്കാൾ ഉപരിയായി കൂട്ടായ്മ എന്ന വാക്കിൻ്റെ അർത്ഥത്തിലുള്ളൊരു കൂട്ടമല്ല. അതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. തന്മൂലം ഇവർക്ക് മറ്റുള്ളവർക്ക് കൂട്ടായ്മ കൊടുക്കുവാൻ സാധിക്കുന്നില്ല. സഭയ്ക്ക് പുറത്തുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ദൈവം ഈ ഫിലിപ്പിയിലെ വിശ്വാസികളെ അത്ഭുതകരമായ രീതിയിൽ അനുഗ്രഹിച്ചു. ഫിലിപ്പിയിലെ സഭ പൗലോസ് അപ്പോസ്തലനോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പൗലോസിന് സഹായം എത്തിച്ചു കൊടുത്തിരുന്നത് അവരായിരുന്നു. പൗലോസ് അവരുടെ സുവിശേഷകനായിരുന്നു. പൗലോസിനെ നിങ്ങളുടെ ഒരു പ്രവർത്തകനായി കരുതുന്നതിനും അവനെ സഹായിക്കുന്നതിനും നിങ്ങൾ താല്പര്യം കാണിക്കുമായിരുന്നില്ലേ? ഇവിടെ അതുപോലെയാണ് അവർ ചെയ്തത്. 16 വാക്യം നോക്കിക്കാട്ടെ. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ച് തന്നുവല്ലോ. അധികാരികളുടെ അപേക്ഷ പ്രകാരം പൗലോസിന് ഫിലിപ്പിയ നഗരം വിട്ടുപോകേണ്ടതായി വന്നു എന്ന് അപ്പസ്തോലപ്രവൃത്തികളുടെ പുസ്തകം 16 അധ്യായത്തിലും 17 അധ്യായങ്ങളിലും നാം വായിക്കുന്നുണ്ട്. പൗലോസ് തെസ്സലോനിക്കയിലേക്ക് പോയി. അവിടെ പൗലോസിൻ്റെ സുവിശേഷ പ്രസംഗത്തെ എതിർക്കുന്നവർ കലഹമുണ്ടാക്കുകയും പുരുഷാരത്തെ ഇളക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികളല്ലാതെ മറ്റാരും പൗലോസിനെ അന്നും സഹായിച്ചില്ല. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ എന്ന് നാം ഈ കാണുന്നതിൻ്റെ അർത്ഥം അതാണ്. ഇനി 17 വാക്യത്തിൽ അവൻ പറയുന്നു, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. പിന്നെ അവൻ പറയുകയാണ്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള വാക്യങ്ങളിൽ ഒന്നത്രേ ഇത്. ക്രിസ്തീയ ദാനത്തിൻ്റെ പിൻപിലെ രഹസ്യം പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. പൗലോസ് പറയുന്നു, നിങ്ങളോട് ക്രിസ്തീയ വേലയ്ക്ക് പണം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ച് സുഭിക്ഷമായി ആഡംബരമായി ഞാൻ ജീവിക്കുന്നതിനുള്ളൊരു ആഗ്രഹമല്ല എനിക്കുള്ളത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ല എന്ന് പൗലോസ് പറയും. പിന്നെയോ, കൊടുക്കുന്ന നിങ്ങളുടെ കണക്കിലെ കയറുന്ന ഫലമുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് വല്ലതും പഠിക്കുവാൻ പറയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി തോന്നും. പലപ്പോഴും നാം അവരെ പല വിധത്തിൽ നിർബന്ധിക്കേണ്ടതായി വരും. എന്തിനാണ് നാം അത് ചെയ്യുന്നത്? പിന്നീടവർ സന്തോഷമായിട്ടിരിക്കുവാൻ, ഒന്നിനും കുറവില്ലാത്തവരായിരിക്കുവാൻ. ക്രിസ്തീയ ശുശ്രൂഷകളിലെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാകുന്നു ക്രിസ്തീയ വേലയ്ക്കായി ദാനങ്ങൾ നൽകുന്നതിന് വിശ്വാസികളെ നിർബന്ധിക്കുന്ന ശുശ്രൂഷ. മനസ്സിലായോ? ഒരു വിശ്വാസി തെറ്റായ വഴികളിൽ പോകാതിരിക്കുന്നതിന് നാം എന്തുമാത്രം പ്രാർത്ഥിക്കും, ഉപദേശിക്കും, കൂട്ടായ്മ നൽകും. എന്നാൽ അവരുടെ കണക്കിലേക്ക് കയറുന്ന ഫലത്തിനുള്ള നല്ല മാർഗം പറഞ്ഞു കൊടുക്കില്ല. അതിനവരെ നിർബന്ധിക്കണമെങ്കിൽ നിർബന്ധിക്കില്ല. എന്തൊരു കഷ്ടമില്ലേ?
ഫിലിപ്പിയിലെ സഭയ്ക്ക് ഇന്നും തങ്ങളുടെ വിഹിതം ലഭിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് നന്ദി കരേറ്റുവാനായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതിയത്. നാം ഈ ലേഖനം ഇന്ന് പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രയോജനമുണ്ടാകും. അതും അവരുടെ ദാനത്തിൻ്റെ വിഹിതത്തിലൊരു ഭാഗമാണ്. എത്ര മനോഹരമില്ലേ? സുവിശേഷത്തിൻ്റെ പ്രചരണത്തിൽ ഇന്നും അവർക്കൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 18-ാം വാക്യം, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗമായി എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. പഴയ നിയമകാലത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ ധൂപവർഗം ഇടുവാൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നു. അത് സൗരഭ്യവാസനയായി ഉയർന്നുകൊണ്ടിരുന്നു. ദൈവത്തിന് യാഗം കഴിക്കുന്ന ഒരു പുരോഹിതനെ പോലെയാണ് ദാനധർമ്മം ചെയ്യുന്ന ഒരു വിശ്വാസി എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ അതൊന്ന് ചിന്തിച്ചേ. കർത്താവിൻ്റെ വേലയ്ക്കായി നൽകുന്ന ഒരു വ്യക്തി ദൈവത്തിന് യാഗം കഴിക്കുന്ന ഒരു പുരോഹിതനെ പോലെയാണ്. അത്രയും ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ? നാം വളരെ ശ്രദ്ധിച്ചേ സുവിശേഷ വേലയ്ക്ക് കൊടുക്കാവൂ. കള്ളത്തരം കാണിക്കുന്നവർക്കും ഒരുതരം വെട്ടിപ്പും തട്ടിപ്പും കാണിക്കുന്നവർക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നടന്നു പിരിക്കുന്നവർക്കുമൊക്കെ കൊടുത്ത് വിഡ്ഢികളാകരുത്. വളരെ പ്രാർത്ഥിക്കുകയും വളരെ നാം അതിൻ്റെ പിൻപിൽ ചിന്തിക്കുകയും ചെയ്ത് തക്ക സ്ഥാനത്ത് ശരിയായ ഫലമുണ്ടാകുന്ന സ്ഥാനത്ത് സത്യസന്ധരായ ആളുകൾക്ക്, വിശ്വസ്തരായ ആളുകൾക്ക് നാം സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കണം. വാരിക്കോരിക്കൊടുക്കണം. നാം നമുക്ക് സ്വയമായി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക്. അങ്ങനെ കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് യാഗം കഴിക്കുന്ന ഒരു പുരോഹിതനെ പോലെയാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അതാണ് നാം ചെയ്യുന്നത്. അത് അതിൻ്റെ ശരിയായ ആത്മാവിൽ ചെയ്താൽ വെറും ഒരു ദാനത്തെക്കാളും കാഴ്ചയെക്കാളും മഹത്തായ കാര്യമായിരിക്കും അത്. അത് ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗവും സൗരഭ്യവാസനയും ആയിത്തീരുന്നു. ശരിയായ ആത്മാവിൽ കൊടുക്കുന്ന നിങ്ങളുടെ ദാനങ്ങൾ അപ്രകാരമുള്ളതാണ്. ഇനിയും 19-ാം വാക്യം നമുക്കൊക്കെ വീണ്ടും വളരെ ഇഷ്ടമുള്ള ഒരു വാക്യമാണല്ലേ? 4-ാം അധ്യായത്തിൻ്റെ എത്ര വാക്യങ്ങൾ നാം വളരെ ഇഷ്ടപ്പെടുന്ന വാക്യങ്ങളുണ്ടല്ലേ? 6-ാം വാക്യം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്. 7-ാം വാക്യം സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. 13-ാം വാക്യം ദൈവത്തിൻ്റെ ശക്തി. 19-ാം വാക്യം നാം വായിക്കുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. തൻ്റെ ആവശ്യത്തിൽ സഹായിപ്പാനായി അവർ ചെയ്ത ത്യാഗത്തെ ഓർത്തുകൊണ്ട് ദൈവം അവരുടെ ആവശ്യങ്ങൾ, അതെ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് ഉറപ്പ് പൗലോസ് അവർക്ക് കൊടുക്കുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങളുടെ ആഡംബരത്തിനും അഹങ്കാരത്തിനും ചെലവഴിക്കാനല്ല, അവരുടെ ആവശ്യങ്ങളെല്ലാം, അതായത് അവരുടെ ആഡംബര ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കാമെന്നല്ല, പിന്നെയോ അവരുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ആഡംബര കാര്യങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല. അത് ദൈവം തൻ്റെ സ്നേഹവും ദയവും മൂലം അധികമായി ചെയ്തു തരുന്നത് എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. സമ്പത്താകുന്നു ശക്തി എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. എന്നാൽ ദ്രവ്യാഗ്രഹത്താൽ ദുഷിക്കാതെ പണം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥരല്ല, കാര്യസ്ഥർ മാത്രമാണെന്ന ചിന്ത നമ്മിലുണ്ടാകുമ്പോൾ, നമ്മുടെ സമ്പത്ത് ദൈവത്തിൻ്റെ വകയാകുന്നു എന്ന് നാം അംഗീകരിക്കുമ്പോൾ ഇതാ സമ്പത്ത് നമുക്ക് വലിയ അനുഗ്രഹമായി മാറുകയാണ്. ഒരിക്കലും സമ്പത്ത് നമ്മുടെ യജമാനനാകുവാൻ നാം അനുവദിക്കരുത്. സമ്പത്ത് നമ്മുടെ ശുശ്രൂഷക്കാരനായിരിക്കണം. വേറെ വിധത്തിൽ പറഞ്ഞാൽ സമ്പത്ത് നമ്മുടെ അടിമയാകണം. നാം സമ്പത്തിൻ്റെ അടിമയാകരുത്. പലരും ഊണിലും ഉറക്കത്തിലും അവർക്കുള്ള ഒരേ ഒരു ചിന്ത എങ്ങനെങ്കിലും പണമുണ്ടാക്കണം. ബാങ്കിൽ കിടക്കുന്ന ഇത്ര ലക്ഷത്തിൻ്റെ പുറത്ത് ഇത്ര ലക്ഷം കൂടി ഉണ്ടാകണം. ഉള്ള പണം എങ്ങനെങ്കിലും കാത്തു സൂക്ഷിക്കണം എന്ന് മാത്രമാണ് പലരും ചിന്തിക്കുന്നത്. തെറ്റാണ്. സമ്പത്ത് നമ്മുടെ ശുശ്രൂഷകനാകുന്നു എങ്കിൽ അത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ നാം സമ്പത്തിൻ്റെ അടിമയാകുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മെ നശിപ്പിക്കും. എത്ര മനോഹരമായ പാഠങ്ങളാണ് പൗലോസ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നതിൽ.
ദൈവം നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്ത് തരുവാൻ മതിയായവനാണ്. പൗലോസ് പറയാണ്, നിങ്ങൾ എൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർത്തു, ദൈവം നിങ്ങളുടെ സകല ബുദ്ധിമുട്ടും തീർക്കും. അതെ, നിങ്ങൾ എന്നെ സഹായിച്ചു, ദൈവം നിങ്ങളെ സഹായിക്കുവാൻ പോകുകയാണ്. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നമ്മുടെ ദൈവവും പിതാവുമായവൻ എന്നേക്കും മഹത്വം, ആമേൻ. ദൈവത്തിനാണ് സകല മാനവും മഹത്വവും ലഭിക്കേണ്ടത്. അവിടുന്ന് തൻ്റെ മഹത്വം ആർക്കും പങ്കുവയ്ക്കുകയില്ല എന്ന കാര്യം നാം ഓർക്കണം. ഇനിയും ഈ ലേഖനത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നാം വരികയാണ്. 21ഉം 22ഉം വാക്യങ്ങൾ അവിടെ വായിക്കുന്നത്, ക്രിസ്തുയേശുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവിൻ. എന്നോടുകൂടെയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും, വിശേഷാൽ കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ ഓരോ വിശ്വാസിയെയും പ്രത്യേകമായി വന്ദനം ചെയ്യുന്നു. പൗലോസിനോട് കൂടെയുള്ള വിശ്വാസികളും തങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. അവർ കൈസരുടെ കുടുംബത്തിൽപ്പെട്ട ഏതാനും ആളുകളാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവർ ഇപ്പോൾ ക്രിസ്തുവിനുള്ളവരാണ്. അവർ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ ക്രിസ്തുവിനെ അറിയുവാനിടയായിത്തീർന്നു. അതിനാൽ ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് വന്ദനം അയക്കേണ്ടത് ആവശ്യമാണെന്ന് അവർ കരുതി. ഒടുവിലത്തെ വാക്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോടുകൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ ഒരു ആശീർവാദ വചനത്തോടു കൂടിയാണ് ഈ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മതി. പൗലോസ് തൻ്റെ രോഗശമനത്തിന് 3 വട്ടം പ്രാർത്ഥിച്ചു എന്ന് നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വായിക്കുന്നു. അവസാനം പൗലോസിന് ലഭിച്ച മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ രോഗം അവിടെ ഇരുന്നോട്ടെ, എൻ്റെ കൃപ മതി നിനക്ക്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നു എന്ന ധൈര്യത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകുക. ഏത് സാഹചര്യത്തെയും നേരിടാൻ ആ കൃപയാണ് ആവശ്യം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വത്തെക്കുറിച്ചും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയെക്കുറിച്ചും അതിൻ്റെ സമ്മാനത്തെക്കുറിച്ചും അതിനുള്ള ശക്തിയെക്കുറിച്ചും ആ ശക്തിയുടെ രഹസ്യത്തെക്കുറിച്ചുമൊക്കെ ചുരുക്കമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഈ ലേഖനത്തിൽ നിന്നും കണ്ടു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് പൗലോസ് പറഞ്ഞു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വം. ക്രിസ്തു യേശുവിൻ്റെ മനസ്സുള്ളവരായി തീരുക എന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നു മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രതിഫലം, സമ്മാനം. ക്രിസ്തീയ ജീവിതത്തിൽ ശക്തിയുടെ ഉറവിടം സന്തോഷമാണ്. പ്രാർത്ഥന ശക്തിയുടെ രഹസ്യവും. വിജയകരമായ ക്രിസ്തുവിനോടുകൂടെ ജീവിതം നയിപ്പാൻ നമ്മെ സഹായിക്കുന്നത് അതാണ്. എത്ര മനോഹരമാണ് ഈ ക്രിസ്തീയ ജീവിതം. പലപ്പോഴും ക്രിസ്തീയ ജീവിതം ബുദ്ധിമുട്ടായി തോന്നുന്നത് ദൈവഹിതത്തിൽ നിന്നും നാം വെളിയിലായിരിക്കുന്നു എന്നതുകൊണ്ടല്ലേ. ഈ അതിമഹത്തായ ലേഖനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ മാതൃകയായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം ഈ ദിവസങ്ങളിൽ ഇത് പഠിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സ്പർശിച്ചു എന്നെനിക്കറിയാം. പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയിക്കാട്ടെ. ദൈവം നിങ്ങളെ പൗലോസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ആ സംതൃപ്തി നൽകി, ആ സന്തോഷം നൽകി, ആ സമാധാനം നൽകി അവൻ്റെ കൃപയിൽ സൂക്ഷിക്കും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഫിലിപ്പി ലേഖനം പഠിപ്പാനും വിശുദ്ധ പൗലോസിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുവാനും തന്ന ആ വലിയ സമയത്തിനായി, അവസരത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളെ തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിച്ച ഈ ലേഖനം കേട്ടു മറക്കാനല്ല, ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനുള്ള ഉത്തേജനമായി കണ്ട് കൂടുതൽ നീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അനുസരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവർക്കായിട്ടും സ്തോത്രം. നീ അവരെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളായി, വ്യക്തികളായി നീ അവരെ സൂക്ഷിക്കണം. അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾ വരുന്നതുവരെയും അവിടുത്തെ കൃപ ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ കൂട്ടായ്മയുടെ മനോഹരമായ ഒരു ചിത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. തങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെയും ഞെരുക്കത്തിൻ്റെയും മധ്യത്തിൽ പൗലോസിനെ ശുശ്രൂഷിക്കുന്ന ഫിലിപ്പിയ സഭയുടെ സ്നേഹം അവർക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ
പ്രതിഫലനമാണ്. അവരുടെ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും മധ്യത്തിലും യെരുശലേമിലെ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാൻ അവരെ ഉത്സാഹിപ്പിച്ചത് പൗലോസ് തന്നെയാണല്ലോ. തനിക്ക് വേണ്ടി ഒന്നും ചോദിക്കാതെ ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുക്കുവാൻ അവരെ ഉത്സാഹിപ്പിച്ചത് ഇപ്പോൾ വിശുദ്ധ പൗലോസിനും പ്രയോജനമായി തീരുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് തൻ്റെ ജീവിതത്തിൽ ദൃഷ്ടാന്തമായി കാണിക്കുകയും ചെയ്താണ് പൗലോസ് ദൈവസഭകളെ പഠിപ്പിച്ചത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രായോഗിക വശങ്ങൾ വളരെ ലളിതവും വ്യക്തവുമായിട്ടാകുന്നു ഈ ദിവസങ്ങളിൽ നമ്മെ പഠിപ്പിച്ചത്. ഈ പഠനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.